Hi students, today we are going to discuss about the Gibbs free energy. എന്താണ് ഈ ഗിബ്സ് എനർജി ഓർ ഗിബ്സ് ഫ്രീ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കണ്ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? ഫസ്റ്റ് ലോൻ്റെ ഡ്രോബാക്സ് ആയ ഫീസിബിലിറ്റി ഓഫ് ദി പ്രോസസ് ആണ് സെക്കൻഡ് ലോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലെന്താണ് പറയുന്നത്? സ്പോണ്ടാനിറ്റി ക്രൈറ്റീരിയ ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ഇൻക്ലൂഡഡ് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ടുഗദർ. ഇപ്പം നമ്മളൊരു കെമിസ്റ്റ് ആസ് എ കെമിസ്റ്റ് നമുക്ക് എന്താ പറയുക, ആസ് എ കെമിസ്റ്റ് എന്താണ്, നമ്മൾ ഒരിക്കലും സറൗണ്ടിങ്സിൽ എന്താണ് എന്നല്ല, നമ്മൾ ആ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ബോധേഡാകുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് സ്പോണ്ടാനിറ്റി ബേസ്ഡ് അപ്പോൺ സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് വെച്ചിട്ട് നമുക്കത് വലിയ യൂസ് ഒന്നുമില്ല. അപ്പം നെക്സ്റ്റ് എന്താണ്, നമ്മൾ ഒരു സിസ്റ്റം ആസ് സച്ച് അലോൺ ആയിട്ടുള്ള രീതിയിലുള്ള കൺസിഡർ ചെയ്യാൻ പോകുന്നതാണ് മോർ കൺവീനിയൻ്റായി തെർമോഡൈനാമിക്സ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ആസ് സച്ചിന് നമുക്കതിൻ്റെ ഒരു സ്പോണ്ടാനിറ്റി ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു തെർമോഡൈനാമിക്കൽ ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഗിബ്സ് ഫ്രീ എനർജി ഓർ ഗിബ്സ് എനർജി. അല്ലെങ്കിൽ രണ്ട് തരം ഫ്രീ എനർജി ഉണ്ട്, ഗിബ്സും ഉണ്ട് ഹെൽമോൾട്സും ഉണ്ട്. പക്ഷെ നമ്മൾ ആസ് ഫ്രീ എനർജി എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ മെയിൻലി കൺസിഡറിങ് അബൌട്ട് ദ ഗിബ്സ് എനർജിയാണ്. നിങ്ങൾ ഇതിൽ ഗിബ്സ് എനർജീൻ്റെ കൂടുതൽ ഡെറിവേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു ടേംസ് എന്താണ് എന്നുള്ള കാര്യവും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് പഠിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജി എന്തിനു വേണ്ടി ഉണ്ടായതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് ആ ഗിബ്സ് എനർജി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ജി ആൻഡ് ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു എച്ച് മൈനസ് ടി എസ്. എച്ച് എന്താണ് നമുക്കറിയാം, എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം. എസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻട്രോപ്പി ആൻഡ് ടി ഈസ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് എൻതാൽപ്പിയും ടെമ്പറേച്ചറും എൻട്രോപ്പിയും എല്ലാം എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതായത് അത് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ഒരു പ്രോസസ്സ് നടക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്കാണ് അത് നടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഏത് വഴിയിലൂടെ നടക്കുന്നതെന്നുള്ളതിനെ ഇൻഡിപെൻഡ് ചെയ്യുക. ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്തിനെ ഇൻഡിപെൻഡൻ്റ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഓൺലി ആദ്യം ഏതാണ് സിസ്റ്റം, പിന്നെ അടുത്ത സിസ്റ്റത്തിൻ്റെ. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു സിസ്റ്റം വൺ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഈ ആദ്യത്തെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ T1 ആണെങ്കിൽ T ആണ്, പക്ഷേ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ്സിങ് നടക്കുന്നതെങ്കിൽ എന്താണ് G1 എന്ന് പറയുന്നത് ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫ്രീ എനർജി ആൻഡ് H1 ഈസ് ദ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി, S1 ഈസ് ദ എൻട്രോപ്പി ഓഫ് ദാറ്റ് ഇനീഷ്യൽ സിസ്റ്റം. ആൻഡ് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റിൻ്റെത് G2, H2, S2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി, ആ ഒരു പ്രോസസ്സിലെ ചേഞ്ച് ഇൻ ഫ്രീ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഈ ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഫ്രീ എനർജി ഓഫ് ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് അവസാനം എന്ത് എഴുതാൻ പറ്റും, ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എച്ച്. ബിക്കോസ് ടി എന്താണ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് പ്രോസസ്സിങ് നടക്കുന്നത്. ഇനി നമ്മളൊരു ഡയറക്റ്റ് ഒരു ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ എന്താണ്, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഈ ഇക്വേഷൻ ഓർമ്മിക്കാം, എനിക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഓർ സിഗ്നിഫിക്കൻസ് നിങ്ങളെടുത്ത് എക്സാമിന് ചോദിക്കും. അപ്പോൾ ആ ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറയാം. ഡെൽറ്റ എച്ചിന് നമുക്ക് ഒരു പ്രോസസ്സിൻ്റെ ഡെൽറ്റ എച്ച് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നടക്കുന്ന ഡെൽറ്റ എച്ചിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ, ഡെൽറ്റ ജിയും രണ്ട് ടെമ്പറേച്ചറും തരികയാണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഡെൽറ്റ എച്ച്. അതേപോലെ തന്നെ ഡെൽറ്റ ജി ഓഫ് ദ പ്രോസസ് അറ്റ് സർട്ടൻ ടെമ്പറേച്ചർ ക്യാൻ ഓൾസോ കാൽക്കുലേറ്റഡ്. അതായത് ഡെൽറ്റ ജിയിലൊരു സർട്ടൻ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തറിയിരിക്കണം, ഡെൽറ്റ ജി അറ്റ് അനദർ ടെമ്പറേച്ചറും ഡെൽറ്റ എച്ചും അറിയെങ്കിൽ ഡെൽറ്റ ജി വി ക്യാൻ സിംപ്ലി മാത്തമാറ്റിക്കൽ ഇത് അത്രയും കാര്യങ്ങൾ ഓർമ്മിക്കാം.